عن أبي الدرداء رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: من سلك طريقا يبتغي فيه علما سهل الله له طريقا إلى الجنة، وإن الملائكة لتضع أجنحتها لطالب العلم رضا بما يصنع، وإن العالم ليستغفر له من في السماوات ومن في الأرض حتى الحيتان في الماء، وفضل العالم على العابد كفضل القمر على سائر الكواكب، وإن العلماء ورثة الأنبياء، وإن الأنبياء لم يورثوا دينارا ولا درهما، وإنما ورثوا العلم، فمن أخذه أخذ بحظ وافر. رواه أبو داود والترمذي. അറിവിൻ്റെ ഓജസ്സും പാണ്ഡിത്യത്തിൻ്റെ ഗാംഭീര്യവും നിറഞ്ഞ ജീവിത സബരിയാണ് ഉസ്താദ് AP മുഹമ്മദ് മുസ്ലിയാർ. അറിവിൻ്റെ അക്ഷയഖനികൾ പുതുതലമുറയ്ക്ക് തുറന്നുകൊടുക്കുന്നതിൽ നിതാന്ത ജാഗ്രതയിലാണ് ഉസ്താദ്. വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടമായി ജ്വലിച്ചു നിൽക്കുമ്പോഴും വിനയത്തിൻ്റെ വിളംബരം മുഖത്ത് സൂക്ഷിക്കുകയാണ് അദ്ദേഹം. പാലക്കാട് ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ മണ്ണാർക്കാടിനടുത്ത കുമരമ്പത്തൂരിലാണ് ഈ അനുഗ്രഹീത വ്യക്തിത്വത്തിൻ്റെ ജനനവും വളർച്ചയും. സുമാർ 200 കൊല്ലം മുമ്പാണ് ഇവിടുത്തെ ജമാഅത്തുകൾ ഉണ്ടാക്കിയത്. അത് കുടുംബത്തിൽ വാപ്പാൻ്റെ വല്യപ്പഴുണ്ടാക്കിയതാണ്. അമ്പാടത്ത് കുഞ്ഞുമേരി എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ തന്നെ അതിൻ്റെ പ്രഥമ കാളി. അയാൾ വഫാത്തതിൻ്റെ ശേഷം അയാളെ മൂത്ത മകന് ആലി മുസ്ലിയുടെ കാളിയായി. മൂപ്പര വഫാത്തതിൻ്റെ ശേഷം തൻ്റെ അഞ്ചന് ഉണ്ണിക്കുട്ടി മുസ്ലിയുടെ കാളിയായി. മൂപ്പര വഫാത്തതിന് ശേഷം മൂത്ത മകൻ കുഞ്ഞുമേരി മുസ്ലിയാർ. അതിൻ്റെ ശേഷം മൂപ്പര അഞ്ചൻ ബീരാൻകുട്ടി മുസ്ലിയാർ. ബീരാൻകുട്ടി മുസ്ലിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കിതാബ് ഓതാൻ തുടങ്ങിയത്. അങ്ങനെ ത്വഹഫ വരെ മൂപ്പരത്തുനിന്ന് ഓതി. അത് കഴിഞ്ഞ ശേഷം അതിന് മുമ്പ് ഓത്തുപള്ളിയിൽ ചുങ്കത്ത് മൊയ്തുപ്പോല്ല എന്ന് ഒരാൾ തസ്തനാട്ടിൽ നിന്ന് ഖുർആൻ പഠിപ്പിക്കാൻ അവിടെ കൊണ്ടുവന്നു. പാരമ്പര്യ പണ്ഡിത കുടുംബമായ പള്ളിക്കുന്നിലെ ആമ്പാടത്ത് തറവാട്ടിൽ നിന്നാണ് AP ഉസ്താദിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. ഊത്തുള്ളി സമ്പ്രദായമായിരുന്നു. പല കമ്മലും അതുപോലെ തന്നെ കല്ലമ്മ ചോടി വെച്ചിട്ട് അതിൽ എഴുതും, പിന്നെ മണൽ നിരത്തി വെച്ചിട്ട് അതിൽ എഴുതും. നല്ല സമ്പ്രദായമായിരുന്നു. പിന്നെ അതിൻ്റെ അത്യാവശ്യ ദീനീ കാര്യങ്ങളും നിസ്കാരത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം പള്ളി ദർസിലേക്ക് പോയത്. കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ